ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞു പോയിട്ടുള്ള വർഷത്തിലുണ്ടായിരുന്ന സുഖദുഃഖങ്ങളിൽ നിന്ന് പുതിയൊരു സന്തോഷത്തിൻ്റേതായിട്ടുള്ളൊരു അധ്യായം തുറക്കുന്ന ദിവസമാകട്ടെ നമ്മുടെയൊക്കെ ഈ ഒരു വർഷത്തെ വിഷുവൽ പുണ്യകാലം. ഞാൻ ഇവിടെ പറയുന്നത് മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഓരോരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ശനിയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധിക്കണം. ധാരാളമായിട്ടുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചാരം തുടങ്ങുന്നതും രാഹു കേതുക്കളുടെ അനുകൂല സ്ഥിതിയും മൂലം പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം മിഥുനം രാശിയിലുള്ളവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള മനോവിഷമതകൾക്കെല്ലാം തന്നെ മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള ഉണർവിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവേ കുടുംബജീവിതത്തിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും കിട്ടുകയും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും കുടുംബജീവിതത്തിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ചില നല്ല അവസരങ്ങൾ കിട്ടുകയും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങുവാനും ബിസിനസ്സിനെ വിപുലീകരിക്കുവാനുമുള്ള മനോബലം കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം. എന്നാൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യം, സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതലും ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണം. ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ചെയ്യുന്നതും പ്രത്യേകിച്ച് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്.